السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ومن يضلل الله فلا مضل له ولا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني ويفقه قولي. ആദരണീയരായ ഉസ്താദുമാരെ, മറ്റു വേദിയിൽ ഉപേക്ഷിതരായിരിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ, ഹിജ്റ 11-ാം വർഷം അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന്റെ നേതാവായ മുത്ത് ഹബീബ്, ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ മരണത്തിന്റെ രോഗശയ്യയിൽ ഇങ്ങനെ കിടക്കുകയാണ്. നിരവധി സഹാബികള് ആയിഷ ബീബി റളിയല്ലാഹു അൻഹായുടെ വീട്ടിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ, കരളിന്റെ കഷ്ണമായ ഫാത്തിമ ആയിഷ ബീബി റളിയല്ലാഹു അൻഹായുടെ വീട്ടിലേക്ക് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി ഇങ്ങനെ വരികയാണ്. അപ്പോൾ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ ബീവിയോട് പറയുകയാണ്, യാ ഫാത്തിമ, നീ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? നീ എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത്? നീ അമ്പിയാക്കളുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എൻ്റെ മകളല്ലേ നീ ഫാത്തിമ? നിന്റെ പിതാവ്, നിന്റെ ഭർത്താവ് അലി റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും സ്നേഹമുള്ള വ്യക്തിയല്ലേ ഫാത്തിമ? നിന്റെ മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവല്ലേ നിന്റെ മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു? പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? എന്തിനാണ് നീ ഇങ്ങനെ ദുഃഖിക്കുന്നത്? എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത്? നീ കരയേണ്ട പെണ്ണല്ല എൻ്റെ മകളെ ഫാത്തിമ. എന്തിനാണ് കരയുന്നത്? ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറയുകയാണ്. എന്താണ് പറയുന്നത്? ലോകമിങ്ങനെ പീഡനങ്ങളും ആക്രമണങ്ങളും ലോകമിങ്ങനെ വൈദഗ്ധ്യങ്ങനെ മുട്ടുമ്പോൾ ഇമാം മഹ്ദി എന്ന ഒരാൾ വരാനുണ്ട്. ഈ ലോകത്തിനെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇമാം മഹ്ദി എന്ന ഒരു വ്യക്തി ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. പിന്നെ എന്താണ് സംഭവിക്കുക? ലോകമൊന്നാകെ നറുമണം വീശും. ലോകമൊട്ടാകെ സുഗന്ധ പരിമളമാലെ ഇങ്ങനെ ലോകമിങ്ങനെ കടന്നു പോകും. അവിടെയാണ് ഇമാം മഹ്ദിയുടെ ഉസിര് കടന്നു വരുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. 11-ാം വർഷം
ഹിജ്റ 11-ാം വർഷം നബി തങ്ങൾ ഇങ്ങനെ രോഗശൈലിയിലായിരിക്കുമ്പോൾ അവിടെ നിന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കാര്യമാണ്. വളരെ വ്യക്തമായ കാര്യങ്ങളാണ് ഇതൊക്കെ. മാത്രമല്ല 7 പണ്ഡിതന്മാർ അവരുടെ അനുയായികളെയും കൂട്ടി മദീനയിലേക്ക് ഇങ്ങനെ മക്കയിലേക്ക് ഇങ്ങനെ പോവുകയാണ്. എന്തിനാണ് പോകുന്നത്? ഇമാം മഹ്ദിയെ അന്വേഷിച്ച് തേടിപ്പിടിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് മക്കയിൽ നിന്ന് 7 പണ്ഡിതന്മാരിങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ അവിടെ നിന്നിങ്ങനെ പരസ്പരം സംസാരിക്കും. നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? നിങ്ങൾ ആരെ കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് 7 പണ്ഡിതന്മാർ അവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് പറയും, ഞങ്ങൾ ഇങ്ങനെയുള്ള ഒരാളെ കാണാൻ പോവുകയാണ്. നീളമുള്ള മൂക്കും നല്ല കണ്ണും നല്ല കറുത്ത താടിയുമുള്ള ഒരു യുവാവിനെ ഒരു യുവത്വത്തെ കാണാൻ വേണ്ടി പോവുകയാണെന്ന് പറയും. അപ്പോൾ അവരിങ്ങനെ 7 പണ്ഡിതന്മാരിങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ അന്വേഷിച്ച് മക്കയിലൂടെ ഇങ്ങനെ ഉടനീളം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് 7 പണ്ഡിതന്മാർ ഒരു വ്യക്തിയെ കാണുകയാണ്. കറുത്ത നല്ല താടിയുള്ള കണ്ണിൽ നോക്കുമ്പോൾ എന്ത് സുന്ദരമായ കണ്ണുകളാണ്, എന്ത് സുന്ദരമായ കണ്ണുകളാണ്. നീളമുള്ള മൂക്ക്, വെളുവെളുത്ത സൗന്ദര്യമുള്ള മുഖങ്ങൾ, കാണാൻ എന്തൊരു ഭംഗി. അങ്ങനെ അവരിങ്ങനെ കാണുമ്പോൾ ചോദിക്കും, നിങ്ങളല്ലേ ഇമാം മഹ്ദി എന്ന് ചോദിക്കുമ്പോൾ ഇമാം മഹ്ദി പറയും, അല്ല, ഞാൻ അൻസാറിൽപ്പെട്ട ഒരു സാധാ ഒരു പണ്ഡിതനാണെന്നിങ്ങനെ പറയും. പക്ഷേ അവർക്ക് മനസ്സിലാകില്ല. അവർ വീണ്ടും ഇങ്ങനെ ചോദിക്കും, നിങ്ങളല്ലേ ഇമാം മഹ്ദി എന്ന് ചോദിക്കുമ്പോൾ പറയും, ഞാനല്ല ഇമാം മഹ്ദി, ഞാൻ ഇമാം മഹ്ദിയല്ല, ഞാൻ അൻസാറുകളിൽപ്പെട്ട ഒരു പണ്ഡിതൻ മാത്രമാണെന്നിങ്ങനെ പറയും. ശേഷം വീണ്ടും അവരിങ്ങനെ ആ ഇമാം മഹ്ദി ഇങ്ങനെ മദീനയിലേക്ക്, ആ യുവാവ് ഇങ്ങനെ മദീനയിലേക്ക് പോകും. ശേഷം അവിടെ മക്കയിലേക്കെല്ലാം ഈ പണ്ഡിതന്മാരിങ്ങനെ മക്ക മുഴുവനായി ഇങ്ങനെ ചുറ്റി നോക്കുമ്പോൾ അവിടെയൊന്നും ആ യുവാവിനെ കാണുകയില്ല. ശേഷം വീണ്ടും മദീനയിലേക്ക് ഇങ്ങനെ ആ 7 പണ്ഡിതന്മാരിങ്ങനെ മദീനയിലേക്ക് ഇങ്ങനെ പോകും. അപ്പോൾ അതാ യുവാവിനെ വീണ്ടും കാണുകയാണ്. ആ യുവാവ് മക്കയിലേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ആ യുവാവിനെ കാണും. അപ്പോൾ ആ 7 പണ്ഡിതന്മാർ ചോദിക്കും, അല്ലയോ, നിങ്ങളല്ലേ നേരത്തെ കണ്ടത്? നിങ്ങളല്ലേ ഇമാം മഹ്ദി? അപ്പോൾ ആ യുവാവ് പറയും, ഞാൻ ഇമാം മഹ്ദിയല്ല, ഞാൻ അൻസാറിൽപ്പെട്ട ഒരു യുവാവാണെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ വീണ്ടും ഇങ്ങനെ കുറേ തവണ അങ്ങനെ ഇങ്ങോട്ടെല്ലാം പോകുമ്പോൾ അവസാനം ആ 7 പണ്ഡിതന്മാർ ശക്തമായി ചോദിക്കും, നിങ്ങളല്ലേ ഇമാം മഹ്ദി എന്ന് ചോദിക്കും. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പറയുകയാണ്, ഞാൻ ഇമാം മഹ്ദിയാണെന്ന് പറയില്ല. അവരുടെ കറുത്ത താടിയും ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാകും, നിങ്ങളാണ് ഇമാം മഹ്ദി എന്ന് മനസ്സിലാകും. സുഹൃത്തുക്കളെ, ഇമാം മഹ്ദിയെ മനസ്സിലാക്കാനുള്ള കുറച്ച് അടയാളങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ വിടവാങ്ങാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുഹൃത്തുക്കളെ, കറുത്ത താടിയുമൊക്കെയുള്ള വെളുത്ത സുമുഖനായ വ്യക്തിയാണ് ഇമാം മഹ്ദി. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ സ്വഭാവ ഗുണമുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇമാം മഹ്ദി. ഇമാം മഹ്ദിയെ കുറിച്ച് കൂടുതലായി നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് മുതഅല്ലിമീങ്ങളെ. അവസാനമായി നിങ്ങൾ ഇമാം മഹ്ദിയുടെ കൂടെയും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെയും അവസാന നാൾ ജീവിക്കുന്ന നല്ലൊരു മുതഅല്ലിമീങ്ങളിൽ, നല്ലൊരു വിദ്യാർത്ഥി സമൂഹങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വിടവാങ്ങുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.